അന്ന മോളേന്നൊക്കെ ഡേ ഇത് കേട്ടാ നീ ഏവലേ നീ ചിരി അത്രേ ഉള്ളു. എന്താ പരിപാടി? ചന്ദ്രൻ എന്തോ പറയാറുണ്ടത്. എന്ത്? എനിക്കൊന്നേ പറയുള്ളൂ, എന്താ പരിപാടി? പിന്നെ എന്ത് പരിപാടി? ഇങ്ങനെ നിക്കുന്നു. എടാ സോനിപ്പാപ്പിയുടെ അച്ഛനറിയാവോ? കണ്ണാപ്പി, കണ്ണച്ചൻ. സോനിപ്പാപ്പിയുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എടാ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇനി കണ്ണാപ്പിനെ വിളിച്ചാൽ മതി. ഇനി ഓക്കെ. സോനിപ്പാപ്പടി ഇന്നൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്, അച്ഛനെ കിട്ടിയെന്ന് പറഞ്ഞ്. കണ്ണാപ്പി ഇത് സിറ്റി മൊത്തം ഞാൻ അറിയിക്കും, ഫ്ലക്സ് അടിക്കുക കേട്ടാ. അയ്യോ എന്ത് പറ്റൂടാ കണ്ണാ വണ്ടി വീണാടാ. എന്താ ഇവിടെ? ഹലോ കുട്ടി പേരെന്താ? ഓ കണ്ണാപ്പി ദാരിദ്ര്യം തന്നെടാ. എടാ ഈ പെമ്പിള്ളേരെ പേര് അവിടെ 2 പയ്യന്മാരുന്നല്ലോ, നീ അവന്മാരെ പേര് വെച്ചായിരുന്നാ? എടാ കണ്ണാപ്പി പുഴുക്കല്ലേ കണ്ണാപ്പി, ഇനി ഇടിച്ച് പുഴുക്കല്ലേ കണ്ണാപ്പി, ഇനി വീണ നാണക്കേടാ. എന്താ പറ മുട്ടാ വരുന്ന അറിയണ്ട. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, റേസ് ആണ് നിങ്ങൾ രണ്ടുപേരും ജയിക്കൂല, ഞാനാ ജയിക്കും. എന്നാ വെയിറ്റ്, ഞാനിവിടെ വരാം. അല്ലല്ല ഇത് എടാ മണ്ടനാണ് കണ്ണാപ്പി, അത് കസ്റ്റം വണ്ടി, ഇത് വേറെ, ഇത് നമ്മളെ ഇൻഗെയിം വണ്ടി, ഇത് പെഗസി, മനസ്സിലായില്ലേ? ഈ വണ്ടി ഞാൻ എടുത്തു തരാം, എന്റെ ഉണ്ട് ഇവിടെ ഇമ്പോർട്ടിലോട്ട് പോകും, ഞാൻ എടുത്തു തരാം. വേണ്ട വണ്ടി ഇങ്ങോട്ട് അവിടെ അടിയെന്ന് തോന്നുന്നു ഒരു ആൾക്കൂട്ടം. ഇതെന്താ FPS ഭയങ്കര കുറവ്? കണ്ണാപ്പി ആരും കണ്ടില്ലടാ, കുഴപ്പമില്ല. ഹലോ അന്നാവീരപ്പൻ, വണ്ടി പെട്രോൾ തീർന്നല്ല. ചിരി അത്രേ ഉള്ളു, അതൊക്കെ എനിക്കതേ പറയാനുള്ളൂ. സ്വന്തം കാര്യം നോക്കടി പോടി, സ്വന്തം കാര്യം നോക്കടി പോടി 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 പോടി, വല്ല പണിയുടെ ചെയ്യും, വല്ല പണിയുടെ ചെയ്യും, പോടി. ഓ അന്ന മോളേന്നൊക്കെ ഡേ ഇത് കേട്ടാ നീ ഏവലേ, നിങ്ങൾ കേട്ടായിരുന്നത്? എന്താ കണ്ണാപ്പി എന്താ പറ്റി? നടക്കൂലല്ലോ ആശീഷം. രണ്ടുമൂന്നിടത്ത് റിയൽ ലൈഫിൽ പറഞ്ഞേട്ടാ അവൻ കിംബരിച്ചിരി. നമുക്ക് ലിസ്റ്റ് ഒക്കെ എടുക്കട്ടെ. ഒരു കേസ് വരുന്നുണ്ട്, 24 ന്യൂസ് വിളിക്കുന്നുണ്ട്. 24 ന്യൂസിന്റെ അടുത്തൊന്ന് സംസാരിക്കണേ. എന്റെ പുള്ളിക്കാരൻ വരും. മുഖത്തിന് വെള്ളത്തുണി വാങ്ങിച്ചു വെച്ചു. അല്ല വീരപ്പൻ, ഈ കണ്ണാപ്പി ശല്യം ചെയ്യുന്നുണ്ടോ? ഇഷ്ടമാണെന്ന് പുറകെ നടക്കുന്നുണ്ടോ? ഇല്ല അത് ഡയറക്ട്ലി നടക്കത്തില്ല, ഇൻഡയറക്ട്ലി നടക്കും. അങ്ങനെയൊക്കെയാണ് ലോറി വളച്ചത്. അങ്ങനെയുണ്ട് ടാക്ടിക്സ് ആണ് അവന്റെ. കണ്ണാപ്പി ഒരാളെ മോളെന്നൊക്കെ വിളിക്കണമെങ്കിൽ എന്തേലും കാണലോടാ അതിലെ. എന്ത് മോളെ നീ എന്റെ ഫ്രണ്ട് എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും മോളെ വിളിക്കുന്നത്. എന്നാ
ഞാൻ കേട്ടിട്ടില്ല നീ മോളെന്ന് വിളിക്കുന്നത്. അല്ല ഞാൻ അല്ല ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അന്നമോൾ ഇനി വിളിക്കാതിരു. നീ വിളിച്ചോടാ. അല്ലെങ്കിൽ നിനക്ക് നിന്റെ മോളുടെ പ്രായമുണ്ട്. സോനം പപ്പടി നിന്റെ മോനാവുമ്പോ എന്തായാലും അന്നക്ക് നിന്റെ മോളുടെ പ്രായം ഉണ്ടാവും. അല്ല അത് ഉള്ളതാണ്. ഞാൻ വാദിക്കില്ല. അല്ല ഞാൻ വാദിക്കുന്നില്ല. ഞാനൊന്നും പറഞ്ഞ് വാദിക്കുന്നില്ല കണ്ണാ. ഞാൻ ഒന്നും പറഞ്ഞ് വാദിക്കുന്നില്ല. എന്താ വണ്ടികളിൽ എന്താ ഏതായി കുട്ടി? വണ്ടിയിൽ നടന്നു മോളെ ആദ്യം പോട്ട് LKG UKG പാസ് എന്നിട്ട് വണ്ടി കയറാം. ഇറങ്ങി കൊച്ചു പെണ്ണൊക്കെ. എത്ര വയസ്സുണ്ട് നിനക്ക്? ഹലോ അൻമോളെ. ഓ 19 അൻമോളല്ലേ? 19. ഇത് ലിൽ ഫാമിലി മെയിലാണ്. പോയി കത്തി കേട്ടോ. സ്മോക്കഡ് ബാബും പോയി കേട്ടോ DJ. ഗെയിം ക്രാഷ് അതെന്താ അവര് ഒരേ സമയത്ത് പോയത്? ക്രാഷ് ഒരേ സമയത്ത് പോയെന്ന് പറഞ്ഞാൽ ക്രാഷ്. നമ്മുടെ 50 സുപ്രീം അല്ലേ, ഇച്ചിരി പെതുക്കല്ലേ പോകും. 50-70 അങ്ങനൊന്നും പോകത്തില്ല. നമ്മളെ സുപ്രീം എക്സ് 70 വാട്ടർ ലിക്വിഡ് കോൾ. കേരളത്തിൽ എനിക്കൊന്ന് ഗെയിമേഴ്സ് എനിക്ക് ചന്ദ്രനെ ഉള്ളത് ഇപ്പൊ എന്റെ ലിക്വിഡ് കുറച്ച് കൂടിയാണ്. നേരത്തെ കണ്ടപ്പോ നിന്റെ അകത്തുള്ള ഏതോ വാട്ടവെള്ളം നിന്റെ അകത്ത് വാട്ടവെള്ളം നിന്റെ വാട്ടവെള്ളമാണ്. എനിക്ക് 460. നിനക്ക് എത്ര? പറ കേക്കട്ടെ. എന്തോ മോഡൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മറ്റേ 300-400 FPS പറഞ്ഞ മറ്റേ മാസലി വന്നേ. പറ കണ്ണാ പറ. എന്ത് നിന്റെ നല്ല ചിരിയാണ് കാണാ. കഷ്ടം തന്നെ കഷ്ടം. എന്തോരം പിള്ളേരല്ലേ? പോയാ മോളെ നല്ല ക്യൂട്ട് നെയിം അല്ലേ? എനിക്ക് അത്ര ക്യൂട്ടായിട്ട് തോന്നില്ല. എനിക്ക് അത്ര ക്യൂട്ടൊന്നല്ല പേര് പറഞ്ഞതാ. എന്റെ മോനില്ലാത്ത അവന് വിളിക്കരുത്. എനിക്ക് ഇച്ചിരി സൗകര്യത്തായോ ഇതെല്ലാം എന്റെ. ഞാൻ പറഞ്ഞു വാസ്തവം വരുമ്പോ വാസ്തവന്റെ തലയിൽ അടിച്ചു കൊടുത്താലോ. എന്റെ അടുത്ത് അവന് പ്രത്യേക കാര്യമാണ്. അതുകൊണ്ടാണ് നീ എന്റെ പമ്പിലോട്ടൊന്ന് പോകും. നീ എന്റെ പമ്പിലോട്ടൊന്ന് പോയി. എന്റെ പമ്പിലോട്ടൊന്ന് പോയി കാശ് തരാം. നിനക്കൊരു 50 കോടി തരാം. വെച്ചേക്കോ. അടുത്ത് നിൽക്കണം നന്നായി. ഓക്കേടാ കണ്ണാപ്പി. അല്ല അത് കുഴപ്പമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. പൈസ തന്നാ മതി. കുക്കണ്ണൻ കിടന്ന് വിഷമിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആരും ഒന്ന് കണക്കാക്കല്ലേ. ആരും മൈൻഡ് ചെയ്യല്ല കേട്ടാ. കുക്കണ്ണൻ പലതും പറയേ. എന്താ 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 ആക്സെന്റാ? എന്താ ആക്സെന്റ്? എന്താ ആക്സെന്റ്? ആക്സെന്റ് എന്താ? അത്ര തന്നെ. അതിലങ്ങനെ തന്നെ ബ്രോ. അതിലൊക്കെ വീഴണമെങ്കിലേ. ഏത് റീന? അറിയാം. അതിന്റെ അൾട്ടിന്റെ ശബ്ദമില്ലേ, അത് നമ്മുടെ മാമൻ ഉണ്ടാക്കും. അല്ല അവയിപ്പോ ജീവനായി. അവയിപ്പോ എക്സിസ്റ്റിംഗ് ആണോ? എക്സിസ്റ്റിംഗ് ആണ്. ഞാൻ വാട്സാപ്പിൽ വീഡിയോ വെച്ചിട്ടുണ്ട്, നോക്കി. സോ ഗൈസ്, അപ്പം ഇത് നമ്മളോടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
വാലറൻ ഗെയിം കളിക്കുന്നവർക്കെല്ലാം റെയ്ന ക്യാരക്ടറിന്റെ വോയിസ് ആക്ടറാണ് ഇരിക്കുന്നത്. റെയ്ന അൾട്ടിടുമ്പോഴുള്ള ശബ്ദമാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കി കൊടുത്തത്. റെയ്നയുടെ അൾട്ടിന്റെ ശബ്ദം ഒന്ന് ആൾക്കാരിൽ. ഷുവർ കണ്ണാപ്പി ഷുവർ. ഓക്കെ, അപ്പം എല്ലാരും ഓക്കെ റെഡി അല്ലേ? Yes, yes. Thank you so much. കണ്ടില്ല So guys, അപ്പം ഇത് നമ്മളോടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചാറ്റ് നോക്കിയടാ. ഞാൻ വാലറൻ ഗെയിം കളിക്കുന്നവർക്കെല്ലാം റെയ്ന ക്യാരക്ടറിന്റെ വോയിസ് ആക്ടറാണ് ഇരിക്കുന്നത്. റെയ്ന അൾട്ടിടുമ്പോഴുള്ള ശബ്ദമാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കി കൊടുത്തത്. റെയ്നയുടെ അൾട്ടിന്റെ ശബ്ദം ഒന്ന് ആൾക്കാരിൽ. ഷുവർ കണ്ണാപ്പി ഷുവർ. ഓക്കെ, അപ്പം എല്ലാരും ഓക്കെ റെഡി അല്ലേ? Yes, yes. ഇത് മിസ്റ്റർ ബീൻ സൗണ്ട് അല്ലേ? Thank you so much. ഇനി ചേംബറിനൊക്കെ ഉണ്ട്, അത് വരും. പറഞ്ഞാ മനസ്സിലല്ലേ? ഹീലർ അതാണ് അവൻ പറയുന്നത്. അങ്ങനെയാ പറഞ്ഞേ അവൻ. അതാണ് അവൻ പറഞ്ഞത്. ഇത് മിസ്റ്റർ ബീൻ മറ്റേ കൊഞ്ഞനെ കാണിക്കുന്ന പോലെ ഉണ്ട് കറക്റ്റ്. പിന്നെ വേറെ എക്സ്ക്ലൂസീവ് ആണല്ലേ ദർശനില്ലേ? ദർശന പ്രപ്പോസ് ചെയ്ത് മാമൻ ദർശനെ പ്രപ്പോസ് ചെയ്യുന്നത്. പോടാ. വേണോ? ഞാൻ കൊണ്ട് ബോണ്ടാക്കാം. അടുത്ത ഇത് വരുമ്പോഴത്തേക്ക് തന്നാ ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി. പുതിയ പുതിയ സിറ്റി ഞാൻ മേടിച്ചോളാം. നമ്മള് കുറച്ചാൾക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ കാണാൻ കേട്ടോ. അവിടെ ഞാൻ വെയിറ്റിംഗ് ആണ്. ഒരുമിച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാം. ഇനി അലിയിലേക്ക് റോളില്ല. അല്ലെങ്കിൽ ഇനി പെട്രോൾ റോളില്ല. മോശം. എടുത്തത് 10 എത്ര കോടി എടുത്തോണ്ട് പോയി ഓൺലി. ജീവിതം ചേട്ടാ. എത്ര പേര് ഇൻസ്റ്റാ സ്റ്റോറി ഉണ്ടെന്ന് നോക്കട്ടെ. അയ്യോ നീ ഞങ്ങള് സന്തോഷിച്ചോണ്ടാ. നാളെ പ്രസ് മീറ്റ് ഉണ്ട്. ഞാൻ അതിന്റെ ഒരുക്കങ്ങൾ ചെയ്യണം എനിക്കിന്ന് പോയിട്ട്. അതാണ് എന്റെ മെയിൻ പരിപാടി. വിഷയമായിരിക്കും കേട്ടോ. പ്രസ് മീറ്റ് ഇത്തിരി സീനായിരിക്കും. ഈ അപരാധിയാണ് കൊല്ലിക്കാൻ ആര് ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്തിട്ടേ ഫുഡ് മേടിച്ചിരുന്നില്ലെന്ന് പറഞ്ഞു. അതാണ് നാളെ അവൻ നിന്റെ അച്ഛനെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞ് ഇന്ന് ഡേ 1 നിനക്ക് ഇന്ന് വേഷം അഴിഞ്ഞാടാ. നാളത്തോടെ നിനക്ക് പെണ്ണില്ല. ഞാൻ കോർട്ടിൽ കൊണ്ട് കേസ് കൊടുക്കാം. നീ എന്ത് കേസ് കൊടുത്താലും അവനെ നിന്റെ മോനാക്കാൻ ഞാൻ എന്നാ ലാഭത് എന്റെ കുടുംബ പിറ്റാണെങ്കിലും അവന്റെ അച്ഛനാ ഞാൻ കൊടുക്കും. എനിക്ക് വലിയ പ്രായമൊന്നുമില്ലെന്ന് ഞാനങ്ങ് തെളിയിക്കും. നിനക്ക് വലിയ പ്രായമുണ്ട്. നിന്റെ രേഖകളല്ലേ എന്റെ കയ്യിലല്ലേ കണ്ണാപ്പി? എനിക്ക് കൊച്ചു ഇളം പ്രായമല്ലേ അതിരോ? എന്റെ ഐഡി കാർഡ് നോക്കും. ഇളം പ്രായം പ്രായം എടാ കണ്ണാപ്പി, നീ ഗ്യാങ് ഫണ്ട് നിനക്ക് ഒരു 25% ഓഫ് ഉണ്ടേ. ഈ കർമ്മ എന്നൊക്കെ പറയണത് എന്തുള്ളതല്ലേ? ഞാൻ ഇതൊക്കെ മൈൻഡ് ചെയ്തിരുന്നാ പോരെ എന്റെ ജീവിതത്തിൽ. മൈൻഡ് ചെയ്തിരുന്ന തീരാന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു. നീ മൈൻഡ് ചെയ്യില്ല, ഞാൻ മൈൻഡ് ചെയ്യും. ചന്ദ്രൻ മൈൻഡ് ചെയ്തോണ്ടിരുന്നോ? അതിനെക്കാളും സോപ്പ് എപ്പടി മൈൻഡ് ചെയ്യും അല്ല എന്നാ? അന്നമോൾ എന്താ പരിപാടി? അയ്യോ അങ്ങനെ പോലെ ആരൊക്കെ പടച്ചു വിടണേ? ചന്ദ്രൻ എന്തോ പറയാറുണ്ടത്. എന്ത്? എനിക്കൊന്നേ പറയുള്ളൂ,
അത് പറയുമ്പോ ചന്ദ്രനൊക്കെ ബ്ലഷ് ആവുന്ന കേട്ടാ. അത് പറയുമ്പോ ചന്ദ്രനൊക്കെ ബ്ലഷ് ആവുന്നല്ലേടാ എവലെ അത് പറയുമ്പോ ചന്ദ്രനൊക്കെ ബ്ലഷ് ആവുന്ന കേട്ടാ. ചന്ദ്രമായിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ. അന്ന എത്ര പ്രപ്പോസൽ ഒന്ന് ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ പ്രപ്പോസ് ചെയ്ത് ഞാൻ മാത്രമേ ബാക്കി എല്ലാവരും ഇവിടെ പ്രപ്പോസ് ചെയ്തു. എത്ര പേര് റിജക്ട് ചെയ്തു കേക്കട്ടെ? അത്രയും തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പൊ പ്രപ്പോസ് ചെയ്ത് അപ്പൊ എന്തോരം വന്നു അല്ല പ്രാങ്ക് ഒന്നുമല്ല. ഇപ്പം കുട്ടി എസ് ആണോ പറയുന്നെങ്കിൽ അപ്പൊ തന്നെ അവൻ പറയും പ്രാങ്ക് ഒന്നുമില്ലെന്ന്. അങ്ങനെ പറഞ്ഞേനെ. എല്ലാരും ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ച പ്രാങ്ക് ആണോന്ന്. അപ്പൊ ആ പ്രാങ്ക് എന്ന് പറഞ്ഞു. എല്ലാം എന്നൊക്കെ അറിയാം. എല്ലാം ഒരു ധാരണ ഉണ്ട്. ഇല്ലില്ല അത് സംഭവം എന്താ വെച്ചാല് അവളെന്താ ആരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തെന്ന് അറിയാം. അവളുടെ മനസ്സിൽ ഒരു കാര്യം ഉറച്ചിരുന്നുണ്ട്. അയാൾ ഇനി എന്ന് വന്ന് പ്രപ്പോസ് ചെയ്ത അന്ന് ചിലപ്പോ ഒന്ന് സെറ്റ് ആയാ തന്നെ. ഈ ആളെ കണ്ടുകഴിഞ്ഞാ എങ്ങനെ ഇരിക്കും? ആളെ ചിരിയടി വിളിയാ. മസില് കണ്ട് സിക്സ് പാക്ക് ഉണ്ട്. സർപ്പാട്ടയിലൊക്കെ ഇച്ചിരി കമ്പുള്ള ആളാണ്. ഒരു ഭാര്യ ഉണ്ടെന്നാ കേട്ടോ. ഒരു ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ട്, തന്തയുണ്ട്. അതാ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. കണ്ണാപ്പിന്റെ ഒരു അച്ഛനാണ്, അവന് കുറച്ച് റെസ്പെക്ട് കൊടുക്കണേ. സോംപപ്പടിയുടെ അച്ഛനാണ് അവൻ. കണ്ടായിരുന്ന സോംപപ്പടി പക്ഷെ എന്റെ മോനാണ്. പക്ഷെ പേര് ചന്ദ്രന്റെ മോൻ. ചന്ദ്രന്റെ എല്ലാവരും തലയിൽ അടിച്ചു കൊടുക്കണം. ഇൻസ്റ്റ എടുത്തിട്ട് സോമു പപ്പടി അടിച്ച അല്ല ജർമ്മൻ സോമു. സോറി പേരെന്താ നടക്കുന്നത്? ജർമ്മൻ സോമു തന്നെയാണോ? അതെ അപ്ലോഡ് ആകുമ്പോ സമയം എടുക്കാം കേട്ടോ. അപ്ഡേറ്റ് ആവല്ലേ കണ്ണാ? പാവം പിള്ളേരുടെ ഓരോരോ ആഗ്രഹങ്ങളെ കണ്ണാ. ഇതൊക്കെ എല്ലാം എന്റെ തലയിൽ അടിച്ചെന്ന് പരിപാടി ഉണ്ടല്ലോ. അല്ല നിനക്ക് കുഴപ്പമില്ല. ഇതങ്ങ് വെച്ചൂടെ? അതാണ് കർമ്മ എന്ന സാധനം ഉള്ളതാണടാ. നീ ആ പാവ സൂര്യൻ എന്തോരെ കളിയാക്കിയാടാ. കണ്ണാപ്പിക്ക് 20 വയസ്സുണ്ട്. പക്ഷേ ഇവനെ ഞാനാണ് എടുത്തു വളർത്തിയത്. അപ്പൊ എനിക്കറിയാം ഒരു 12 വയസ്സായപ്പോ ഇവനൊരു 20കാരന്റെ മെച്യൂരിറ്റിയും അതിലേ ഒരു കേസുണ്ട്. 24 ന്യൂസ് വിളിക്കുന്നുണ്ട്. ഒരു 20കാരന്റെ ഒരു ശരീര പ്രകൃതവും കാണാനുണ്ട്. അപ്പൊ എന്താ പറയാ, ആ സമയം തൊട്ടേ ആള് ഇവിടെ ഇല്ല, വീട്ടിലില്ല, സഞ്ചാരമാണ്. അതെ 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 അതെ. അല്ലടാ കണ്ണാ? 24 ന്യൂസ് പോയി. 24 ന്യൂസ് 24 അതെ 24 ന്യൂസ് പോയി. 24 ന്യൂസ് എന്താ? നേരെ നിന്റെ 24 ഓടാന്ന്. ഹലോ അന്നമോൾ. ഞാൻ അന്നമോളെന്ന് വിളിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? കണ്ണാ പ്രപ്പോസ് ചെയ്തായിരുന്നാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്ന കണക്ക് എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ഉണ്ടായോ ആളുടെ സൈഡിൽ നിന്ന്? അറ്റംപ്റ്റ് നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ അന്നമ്മ, ഞാൻ എന്താ അന്നാന്ന് വിളിച്ചോ, എന്താ അന്ന മോളെന്ന് വിളിച്ചോട്ടെ, മോനെന്ന് വിളിച്ചോട്ടെ. അല്ല ഈ സിറ്റിയില് നമ്മള് വേറെ കാര്യം പറയുന്നത്. നീ എന്താ ഈ പറയുന്നേ? അല്ല ഒരു സിറ്റിയിൽ ഒരു മനുഷ്യന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാത്ത ഒരുത്തനാണ് നീ. അതായത് ഒരു മനുഷ്യന്റെ അടുത്ത് നീ പക്ഷെ നീ മോളെന്ന് മോനെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എല്ലാ പെമ്പിള്ളേരും അങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് നിന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? എന്നാ അന്നെ മോളെന്ന് ഇതാക്കിയാ വിളിക്കാം, ഇച്ചിരി കൂടെ ഷോർട്ട് ആക്കിയാ വിളിക്കാം. കണ്ണാപ്പി കുറച്ച് ഭയങ്കര ഓൾഡ് സ്കൂൾ ആവുന്നുണ്ട്. ഈ കലിപ്പൻ വൈബ് പിടിച്ച് കലിപ്പനായിട്ട് അതൊന്നും വർക്കാവില്ല. ഇപ്പൊ വർക്കാവില്ല അത്. ഇനിയിപ്പോ എന്ത് വർക്കാവാൻ എനിക്ക് എന്ത് വർക്കാക്കണ്ട. ഇനി ഒരു പെണ്ണില്ല എന്റെ ജീവിതത്തിൽ. അതാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് ഓൾഡ് സ്കൂളാ ഈ ഡയലോഗ്.
നെവർ എന്തിനു നെവർ ഇത് ഓൾഡ് സ്കൂളാണ് പറഞ്ഞല്ലോ അത്. ഒറ്റ വാക്കേ എന്തിനു ഒറ്റ തന്ത എന്തിനു ചങ്കന ഒറ്റ തന്ത ആ, എന്റെ പേരെന്താണ്? ജീവിതത്തിൽ പേരെന്താണ് അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ ഇല്ല ഇത് ഒഴുകിയൊന്നും നമ്മൾ ഒഴുകിയൊന്നുമില്ലേ ആ ഒറ്റ വ്യക്തിയാ ചന്ദ്രന്റെ അച്ഛന്റെ പേര് പറഞ്ഞു ചന്ദ്രന്റെ അച്ഛന്റെ പേര് ഞാൻ ഡയലോഗ് അടിച്ചില്ലല്ലോ, ഞാൻ ഡയലോഗ് അടിച്ചോ ഇവിടെ? അല്ല അല്ല അച്ഛന്റെ പേരെന്താ അല്ല ഞാൻ ഡയലോഗ് അടിച്ചോ? ഞാൻ ഓർഫനാണ്, ഞാൻ ഡയലോഗ് അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ആ റേബൽ അച്ഛന്റെ പേര് റേബൽ അച്ഛന്റെ കഞ്ചാവ് ജോസഫ് കഞ്ചാവ് ജോസഫ് ഞാൻ ആ പറയാം മരിച്ച്. എൽഎച്ചിന്റെ ആടാ കഞ്ചാവ് അടിച്ചെന്നെ മരിച്ച്. അല്ല ബോസ് പീടി പിടിച്ചിരിച്ചതാ കഞ്ചാവ് അടിച്ചിട്ട് പീടി പിടിച്ചു നല്ല എന്താ പരിപാടി പിന്നെ എന്ത് പരിപാടി ഇങ്ങനെ നിക്കുന്നു ആ അതാണ് പരിപാടി പരിപാടിയൊന്നുമില്ല ആ, ആ ഉം. ആ, പിന്നെ keep that ചിരി keep that name എത്ര പെട്ടെന്നല്ലേ ഓരോ ആൾക്കാർ വൈറലാണ്. ഇന്ന ഭയങ്കര വൈറലാട്ടോ ഇപ്പൊ. ഇത് വയറൽ നല്ല ഇതൊന്നും പറയുന്നത് കഷ്ടം തന്നെ ഓരോ കോഴിത്തരം കാണിച്ച് തോമസ് വയറൽ തോമസ് ശില്പി ഇവിടെ ഉണ്ടാ ഇപ്പൊ കണ്ടാ പോയോ? പെട്ടത്തോട്ടെ വരത്തില്ല കേട്ടോ. എന്താണ് നിങ്ങളുടെ പരിപാടി എന്താണ് എന്ത് പരിപാടി എന്താ പരിപാടി ഒന്നുമില്ല ഇങ്ങനെ. ആ ആ എന്ത് പരിപാടി എന്ത് പരിപാടി എന്താണ്? ഇവിടെ എന്തിനൊക്കെ ആ, ചെയ്യാ എന്തായാലും ചെയ്യാം. അപ്പൊ ശരി അണ്ണാ, ബൈ. അപ്പൊ ഓക്കേ, എന്റെ മോളെ bye. പോയിട്ട് ആ പോയിട്ടോ അന്നെ ആ. സ്വന്തം കാര്യം നോക്കി ജീവിക്കപ്പം ശരി ബൈ ബൈ ധൈര്യം ഉണ്ടോ ഒന്നുകൂടെ തരടി